കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ പ്രിലിംസിലെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ SCRT ടോപ്പിക്കിൽ നിന്നും വന്ന പോർഷനുമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സയൻസിൻ്റെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെയാണേ. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അപ്പോൾ മനുഷ്യന് ശ്രവണസാധ്യമായ സൗണ്ട് ചോദിച്ചാൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഏതാണ് ശബ്ദം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 20,000 ഹെർട്സ്, 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഹെർട്സ് ആണ്. ഓക്കെയാണ്. 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹെർട്സ് ആണ്? 1000 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്കിതിനെ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് കേൾക്കാൻ സാധിക്കുമെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 20 ഹെർട്സ് മുതലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 5 ഹെർട്സ് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ 20 ഹെർട്സിൽ താഴെയുള്ള സൗണ്ടുകളാണ് എന്ത്? ഇൻഫ്രാസോണിക് സൗണ്ടാണ്. അപ്പോൾ 5 ഹെർട്സ് എന്താണ്? അത് ഇൻഫ്രാസോണിക് സൗണ്ടാണ്. ഇനി 200 കിലോ ഹെർട്സിലെ നമുക്ക് 20 കിലോ ഹെർട്സ് വരെ കേൾക്കാൻ പറ്റത്തുള്ളൂ. 200 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 20 കിലോ ഹെർട്സിനേക്കാൾ വലിയ എന്താണ് സൗണ്ടാണല്ലേ. അപ്പോൾ ഇത് നോക്ക്, അത് അൾട്രാസോണിക് സൗണ്ടാണ്. ഇനി ഇത് 2000 കിലോ ഹെർട്സ് ആണ്. അപ്പോൾ അതിനേക്കാൾ വലുത് തന്നെ അൾട്രാസോണിക് സൗണ്ട് അല്ലേ. അപ്പോൾ നോക്ക്, പിന്നെ ഉള്ളത് 2000 ഹെർട്സ് ആണ്. ആ 2000 ഹെർട്സ് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ളതല്ലേ 2000 ഹെർട്സ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? അത് ബി ആണ് വന്നത്. അത് നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഇതിൽ പറയുവാണെന്ത്? ഗാൾട്ടൺ വിസിലിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഗാൾട്ടൺ വിസിൽ, അതായത് നമ്മൾ ഈ പറയുന്ന നായ്ക്കളെയൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? ഗാൾട്ടൺ വിസിൽ. അപ്പോൾ നായകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി ഏകദേശം 30,000 ഹെർട്സ് ആണ് കേട്ടോ. അതിനെ 30 കിലോ ഹെർട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം കേട്ടോ. 30 കിലോ ഹെർട്സ് എന്ന് പറയാം. ഇനി ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിലുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിക്ക് ഒരു പരിധിയുണ്ട്. സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെർട്സും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 20 കിലോ ഹെർട്സ്. ആ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദമാണിത് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിൽ കൂടുതലുള്ള ആവൃത്തിയുള്ള ശബ്ദമാണിത് അൾട്രാസോണിക് ശബ്ദം. അപ്പം ഈ ക്വസ്റ്റ്യൻ വന്നത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നീ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെയാണ്. അപ്പോൾ എന്താണ് ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ അറിയാം, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോട്ടോപ്പുകൾ. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത മാസ് നമ്പറുള്ള വ്യത്യസ്തങ്ങളായ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാർബണിൻ്റെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതാ നോക്കടാ, കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോട്ടോപ്പ്. ഇതാ ഇവിടെ നോക്ക്, കാർബൺ 12 ആണ്. അപ്പം നമ്മളെ കാർബൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതൊന്നിൻ്റെയും ഐസോട്ടോപ്പ് പറയുമ്പം ഇപ്പം കാർബൺ അറ്റോമിക് നമ്പർ 6, ഇവിടെ 12 ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതീകം കാർബണിന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ അറ്റോമിക് നമ്പർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? C12 എന്ന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ എന്താണ് നമുക്ക് കാർബൺ 12 ഐസോട്ടോപ്പിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോട്ടോപ്പ്. അപ്പം കാർബണിൻ്റെ ആകെ ഐസോട്ടോപ്പുകൾ ഏകദേശം 1.1% മാത്രമാണ് ഇത് കാർബൺ 13. അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഏതാണ്? കാർബൺ 13 ആണ്. അപ്പോൾ ലഭ്യത കൂടിയത് കാർബൺ 12 ആണ്. ലഭ്യത കുറഞ്ഞത് ചോദിച്ചാൽ ഏതാണ്? കാർബൺ 13 ആണ്. ഇനി കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. അപ്പോൾ കാർബൺ 14 കുറിച്ച് പറയുന്നുണ്ട്, അതൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾക്ക് മാത്രമേ പ്രത്യേകമായ പേരുകൾ നൽകിയിട്ടുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. അതായത് നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പിനെ എന്താണ് H1 പ്രോട്ടിയം എന്നും, അതുപോലെ തന്നെ H2 ചോദിച്ചാൽ ഡ്യൂട്ടീരിയം എന്നും, H3 ചോദിച്ചാൽ എന്താണ് ട്രിഷ്യം എന്നും എന്താണ് നമ്മൾ പ്രത്യേകിച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉണ്ട്. ഐസോട്ടോപ്പുകൾ തമ്മിൽ ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു. ഓക്കെയാണ്. അപ്പം കാർബൺ 12 എടുത്താലും നിങ്ങൾ കാർബൺ 13 എടുത്താലും കാർബൺ 14 എടുത്താലും ഇവിടെ രാസ സ്വഭാവത്തിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇത് കൃത്യമായിട്ടും പഠിച്ചുകൊണ്ട് നാം അടുത്ത പരീക്ഷയ്ക്ക് പോവാം.
ഇനി അടുത്ത ക്വസ്റ്റ്യാണ് ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? പോളിത്തീൻ, സെല്ലുലോസ്, നൈലോൺ, ബേക്കലൈറ്റ്. നമ്മൾ എസ് ഐ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട് പ്രകൃതിദത്ത പോളിമർ, മനുഷ്യനിർമ്മിത പോളിമറുകൾ. അപ്പോൾ അതിൽ നോക്ക്, ഈ മനുഷ്യനിർമ്മിത പോളിമറാണ് ഇത് പോളിത്തീൻ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? മനുഷ്യനിർമ്മിത പോളിത്തീനാണ്. നൈലോൺ, അപ്പോൾ ഇതിൽ തന്നെ തന്നിട്ടുള്ള നൈലോൺ അതും എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. ബേക്കലൈറ്റ് അതും മനുഷ്യനിർമ്മിതമാണ്. ഇവിടെ നോക്ക്, സെല്ലുലോസ് ആലോചിച്ചാൽ ഏതാണ്? അത് പ്രകൃതിദത്തമാണ് കേട്ടോ. അപ്പം പ്രകൃതിദത്ത പോളിമറിൻ്റെ ഉദാഹരണം സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ. ഇനി ഇങ്ങനെ സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ, ബേക്കലൈറ്റ് എന്നൊക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ്, ഫുൾ എസ് സി ആർ ടി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ച് ഫോളോ ചെയ്ത് പൊയ്ക്കോണേ. ഇനി ഇതും എസ് സി ആർ ടി തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കോമൺലി എപ്പോഴും ചോദിക്കുന്നതാണ് ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. അപ്പം നമുക്കറിയാം ഖരമുണ്ട് അല്ലേ, അതുപോലെ തന്നെ എന്താണ്? ദ്രാവകമുണ്ട്, വാതകമുണ്ട്. ഇത് ഓൾറെഡി നമുക്കുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതുമാണ് കേട്ടോ, ചെയ്ത് കഴിഞ്ഞിട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഖരവസ്തുക്കൾ നമ്മൾ എന്താണ്? ചൂടാക്കുമ്പോൾ, നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? ദ്രാവകമാകും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ്രവീകരണം. അതിനെ വിളിക്കുന്ന പേരാണ് ദ്രവീകരണം. അതിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരം ചൂടാക്കി ദ്രാവകമാകുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ഇത് ദ്രവീകരണം. ഈ ദ്രാവകമുണ്ടല്ലോടാ, ദ്രാവകത്തെ ഞാൻ ചൂടാക്കുമ്പോൾ അതെന്താണ്? വാതകമായി മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം. ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാഷ്പീകരണം. അപ്പം ദ്രവീകരണം എന്ന് പറഞ്ഞാൽ ഖരം ദ്രാവകമാകുന്നു, ബാഷ്പീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവകം വാതകമാകുന്നു. ഇനി ഈ വാതകത്തെ തണുപ്പിച്ച വീണ്ടും ദ്രാവകമാക്കി കൂടെ, തണുപ്പിച്ച് ദ്രാവകമാക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് സാന്ദ്രീകരണം. എന്ന് വിളിക്കുന്നു സാന്ദ്രീകരണം. ഈ ദ്രാവകം തണുപ്പിച്ച് നമ്മൾ ഖരമാക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ഘനീഭവിക്കൽ. എന്നു വിളിക്കുന്നു ഘനീഭവിക്കൽ. ഇനി ഖരം ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അതാണ് ഉത്പതനം. സ്ഥിരം ചോദ്യമാണ് കേട്ടോ, ഇത് സ്ഥിരം ചോദ്യമാണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതാണ് ഉത്പതനം. ഡ്രൈ ഐസ്, അതുപോലെ തന്നെ പാറ്റ ഗുളിക, കർപ്പൂരം, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഉത്പതനത്തിന് ഉദാഹരണങ്ങളാണ്. ഇതും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻസർ ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണെന്ത് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ആവർത്തന പട്ടികയിലെ എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? എത്രാം ഗ്രൂപ്പ് മൂലകം എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്നതാണ്, 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അപ്പം ഇത് നമുക്കുള്ള എന്താണ്? ഈ പറയുന്ന ഏത് പരീക്ഷയ്ക്ക് ക്യാൻസൽ ചെയ്ത പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഈ ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രിപ്റ്റോൺ, ആർഗൺ, സിലിക്കൺ, നിയോൺ. അപ്പോൾ ഇവിടെ നോക്കിക്കണേ, നോക്കടാ, ഈ പറയുന്ന 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, ഈ പറയുന്ന 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് എന്ത്? ഉത്കൃഷ്ടവാതകങ്ങൾ. ഇവിടെ എച്ച്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഒഗാനസൺ. ഇതാണെന്ത്? 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. അപ്പോൾ ഇതിലൊന്നും ഇല്ലാത്തതാരാണ്? അത് സിലിക്കൺ അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് സിലിക്കൺ ആണ് ആൻസർ വരുന്നത്. ആൻസർ ഏതാണ്? സിലിക്കൺ. ഇതും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് കഴിഞ്ഞ ദിവസം നടന്ന അത് രാവിലത്തേക്കും ഉച്ചയ്ക്കത്തേയും പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയ ക്വസ്റ്റ്യനാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരെന്ന് വെച്ചാൽ ആ സിങ്കിൻ്റെ അയിരാണ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് സിങ്കിൻ്റെ അയിര്? ആൻസർ ഏതാണ്? കലാമിനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിച്ചേക്കുവാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്താണടാ തന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതാണ് സ്ഥിരം ചോദിക്കുന്നത്. ഇവിടെ നോക്ക്, സിങ്കിൻ്റെ അയിരുകൾ തന്നിട്ടുണ്ട്. ഒന്ന് സിങ്ക് ബ്ലെൻഡാണ്. സിങ്ക് ബ്ലെൻഡ് ZnS എന്ന് പറഞ്ഞാണ് എന്ത് സൂചിപ്പിക്കുന്നത്. രണ്ടാണ് കലാമിൻ. അപ്പം കലാമിൻ്റെ രാസസൂത്രം ഇനി പഠിച്ചു വെച്ചേക്കണം. ZnCO3 ആണ് ഇത് കലാമിൻ്റെ രാസസൂത്രം. ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അലൂമിനിയത്തിൻ്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ് ആണ്. അത് Al2O3 2H2O ആണ് കേട്ടോ. Al2O3 2H2O ആണ് എന്ത്? ബോക്സൈറ്റിൻ്റെ രാസസൂത്രം. ഇരുമ്പിൻ്റെ എപ്പോഴും ചോദിക്കുന്ന രണ്ടെണ്ണം അല്ലേ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അപ്പോൾ അതും രാസസൂത്രം പഠിച്ചു വെച്ചേക്കുക. ഹേമറ്റൈറ്റ് Fe2O3യും മാഗ്നറ്റൈറ്റ് ചോദിച്ചാൽ എന്താണ്? Fe3O4 ആണ്. ഇനി കോപ്പറിൻ്റെ അയിരുകളാണ് ഒന്ന് കോപ്പർ പൈറൈറ്റ്സ് CuFeS2 ഒക്കെയാണ്. ഇനി കോപ്പർ ഗ്ലാൻസ് Cu2S, കുപ്രൈറ്റ് Cu2O. അപ്പം നമ്മൾ സ്ഥിരം എന്താണ് ഈ പറഞ്ഞ അയിര് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ അയിരിൻ്റെ രാസസൂത്രം ചോദിച്ചാലായി. നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെച്ചേക്കണം അയിരിൻ്റെ രാസസൂത്രം എന്താണ് പരീക്ഷയ്ക്ക് വന്നിരിക്കും കേട്ടോ. ഇനി ടിന്നിൻ്റെ അത് കാസിറ്ററൈറ്റും ടിൻ സ്റ്റോണുമാണ് കേട്ടോ. അത് SnO2 ആണെന്ത് അവൻ്റെ എന്താണ് രാസസൂത്രം എന്ന് പറയുന്നത്. ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നു. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് PSC സ്ഥിരം ചോദ്യം ചോദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ് പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹോഴ്സ് പവർ ഉണ്ടല്ലോ,
ഹോഴ്സ് പവറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന HP എന്നാണ് കേട്ടോ, ക്യാപിറ്റൽ H ക്യാപിറ്റൽ P. എന്നാൽ ഒരു കുതിരശക്തി അതായത് 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു ഡാഷ് വാട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഊർജ്ജത്തെക്കുറിച്ച്, അപ്പോൾ ഊർജ്ജം, പ്രവൃത്തി, പവർ, ഊർജ്ജം എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലും സൂചിപ്പിക്കാറുണ്ട്. ഓക്കെയാണേ 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട് എന്ന് അവർ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. 746 ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടല്ലോ. ഇനി അടുത്തതാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമേത്. ഓക്കെയാണേ, അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എന്താണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻ, ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നതാണ് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 2ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് എന്ത്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ഏറ്റവും അവസാനമുള്ളവൻ ആരാണ്, അത് റേഡിയമാണ് കേട്ടോ. ആൻസർ ഏതാണ്, റേഡിയമാണ്. ആൻസർ ഇവിടെ ഏത് വരും, ആൻസർ ഓപ്ഷൻ ബി റേഡിയമാണ്. ഇത് നമ്മൾ ഈ പറയുന്ന പീരിയോഡിക് ടേബിൾ നോക്കി എന്താണ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും കൃത്യമായിട്ട് എന്താണ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി അടുത്തതാണ് വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് ഡാഷ്. ഓക്കെയാണേ, ഏതാണ് ഊർജ്ജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ഥാനം മൂലം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പഠിക്കുന്നവന് കേൾക്കുന്നവന് അറിയാം സ്ഥിതികോർജ്ജം. അപ്പോൾ എന്താണ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ വരും അല്ലേ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ രൂപം അങ്ങ് മാറുന്നു എന്നങ്ങ് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്ക്, നമുക്കുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് പറയണം വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണിത് സ്ഥിതികോർജ്ജം. SCERT പുസ്തകത്തിൽ കൃത്യമായിട്ട് എന്താണ് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ സ്ഥിതികോർജ്ജം എത്ര തരമുണ്ട്, 2 തരമുണ്ട് കേട്ടോ. ഒന്ന് സ്ഥാനം മൂലം, 2 കോൺഫിഗറേഷൻ. അപ്പോൾ സ്ഥാനം മൂലമുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിന് എന്താണ് സ്ഥാനം മൂലമാണ് എന്ത് ഊർജ്ജം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ഒരു സ്പ്രിങ്ങിൽ അമർത്തി പിടിക്കുകയാണല്ലേ, അപ്പോൾ അതിൻ്റെ രൂപം മാറിയില്ലേ, അപ്പോൾ അവിടെ കോൺഫിഗറേഷൻ മൂലമുണ്ടാകുന്ന ഊർജ്ജമാണിത് അമർത്തി പിടിച്ചിരിക്കുന്ന സ്പ്രിങ്. അതുപോലെ കുലച്ചു വെച്ച വില്ലുണ്ടല്ലോ, കുലച്ചു വെച്ച വില്ല്, ഇതാണ് കുലച്ചു വെച്ച വില്ല്. അപ്പോൾ നമ്മൾ അമ്പ് വിടാൻ വേണ്ടി എന്താണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുകയാണല്ലേ കുലച്ചു വെച്ച വില്ല്. ഇതിലൊക്കെ എന്താണ് ഉള്ള ഊർജ്ജം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഫിഗറേഷൻ മൂലമുണ്ടാകുന്ന സ്ഥിതികോർജ്ജമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില. നമുക്കറിയാം PQ ക്വസ്റ്റ്യനാണ് ഇത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റുകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. താപനില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ജലത്തിൻ്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരും. സാന്ദ്രത ഏറ്റവും അധികമാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഒരു ചെറിയൊരു കോളത്തിൽ എന്താണ് അവർ കൃത്യമായിട്ട് എന്താണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ചോദിച്ചാൽ ഏതാണ്, അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്തതായിട്ട് ചോദിച്ചതാണ് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ 6. ഓക്കെ, അറ്റോമിക നമ്പർ 6, മാസ് നമ്പർ 13 അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പോൾ ഞാൻ X എന്ന് പറയുന്ന ആ ഒരു മൂലകമാണ് വെച്ചിരിക്കുന്നത്. അറ്റോമിക നമ്പർ ഇപ്പോൾ എഴുതുമ്പോഴത്തേക്ക് താഴെയാണ് എന്ത് അറ്റോമിക നമ്പർ എഴുതുന്നത്. മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മുകളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ നോക്ക്, ഇതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാൽസ്യം ഇടുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 20 മാസ് നമ്പർ എത്ര 40. അപ്പോൾ അറ്റോമിക നമ്പർ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴെയും മാസ് നമ്പർ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ മുകളിലുമായിട്ടാണ് എഴുതുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ ഇടുന്നതിലെ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലായ്പ്പോഴും നമ്പർ ഓഫ് പ്രോട്ടോണാണ്, പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോണുമാണ് കേട്ടോ. നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്, നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. ഇനി അറ്റോമിക മാസ് ഉണ്ടല്ലോ, അവനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് A. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോട്ടോണിൻ്റെയും ഇതിനകത്തുള്ള ന്യൂട്രോണിൻ്റെയും എണ്ണത്തിന് തുല്യമാണ് എന്ത് അറ്റോമിക മാസ്. അപ്പോൾ അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ എണ്ണമാണ്, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണമാണ് ഇത് അറ്റോമിക മാസ്. അപ്പം ഈ പറഞ്ഞ പ്രോട്ടോണിൻ്റെ എണ്ണം നമുക്ക് Z എന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ നമുക്ക് അറ്റോമിക മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക നമ്പർ A പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെ എണ്ണം ഞാൻ N എന്നിട്ടേക്കുന്നത് കേട്ടോ. ഇതിൽ നിന്നും ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ A - Z ആണ്. എന്താണ് A - Z. അപ്പോൾ ഇവിടെ നോക്ക്, A എന്ന് പറഞ്ഞാൽ A എന്താണ് മാസ് നമ്പർ അല്ലേ 13. പിന്നെ അറ്റോമിക നമ്പർ അല്ലേ Z എത്ര 6. അപ്പം 13 - 6 ചെയ്യുമ്പോൾ എത്ര 7 ആണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ഏത് B ആണ്. ഇത് നമുക്കുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഖരാവസ്ഥയിലുള്ള സ്നേഹമേത്. മെർക്കുറി, ഗ്രാഫൈറ്റ്, ഡയമണ്ട്, പഞ്ചസാര.
അപ്പോൾ ഇവിടെ നോക്കടാ, കാർബണിൻ്റെ ഒരു ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഇത് ഗ്രാഫൈറ്റ്. അപ്പം ഈ പറഞ്ഞ രൂപാന്തരത്വവുമായി ബന്ധപ്പെട്ട് PSC ഇപ്പോൾ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഇനി ഇവിടെ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പം ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി എന്താണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പം എന്താ നോക്ക്, ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനമില്ല. നോക്ക്, പാളികൾക്കിടയിൽ എന്തില്ല, സഹസംയോജക ബന്ധനമില്ല. അപ്പം ദുർബലമായ ആകർഷണ ബലമാണ് ഇവയുടെ പാളികൾക്കിടയിലുള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ കഴിയും. അതിനാൽ ഗ്രാഫൈറ്റ് നമ്മളൊരു സ്നേഹകമായി ഉപയോഗിക്കുന്നു. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഗ്രാഫൈറ്റ് എന്താണ്, ഒരു സ്നേഹകമാണ്. അപ്പം ഗ്രാഫൈറ്റ് ഒരു സ്നേഹകമാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഇവിടെ ഏതാണ്, ഓപ്ഷൻ B ആണ് ആൻസർ കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ഏത്? അപ്പോൾ ആക്കം, പ്രവേഗം, ജഡത്വം, ത്വരണം. അപ്പോൾ ഇവിടെ നോക്കിക്കോണേ, നമ്മുടെ SCERT പുസ്തകത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എന്താണ് ജഡത്വം. ഇത് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് എന്ത്, ജഡത്വം. അത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അതെന്താണ്, കോപ്പി പേസ്റ്റ് ആണ് ഇത് ഈ ചോദ്യം തന്നെ അല്ലേ. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് നിശ്ചല ജഡത്വം. സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണെന്ത്, ചലന ജഡത്വം എന്ന് പറയുന്നത് കേട്ടോ, ചലന ജഡത്വം. അത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിനോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് എന്ത്, ജഡത്വം എന്ന് വിളിക്കും കേട്ടോ. എന്ത്, ജഡത്വം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നത്? അപ്പം ചുഴലിക്കാറ്റിൻ്റെ വേഗത, അഗ്നിപർവ്വത സ്ഫോടന സാധ്യത, ഭൂകമ്പത്തിൻ്റെ തീവ്രത, കാട്ടുതീയുടെ തീവ്രത. അപ്പം ഇതൊക്കെ ഉത്തരം അറിയാമെങ്കിലും ഇത് SCERT പുസ്തകത്തിൽ കിടപ്പുണ്ട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുവാണ് കേട്ടോ. അപ്പോൾ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ. അപ്പം സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലിലാണ് കേട്ടോ. അപ്പം ഭൂകമ്പങ്ങളുടെ തീവ്രത എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കുന്നത് എങ്ങനെയാണ്, അത് റിക്ടർ സ്കെയിലാണ്. അപ്പോൾ റിക്ടർ സ്കെയിൽ എന്തിനുപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്, ഊഷ്മാവിൻ്റെ SI യൂണിറ്റാണ് കെൽവിൻ. ജലത്തിൻ്റെ തിളനില കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ജലത്തിൻ്റെ തിളനില കെൽവിൻ സ്കെയിലിലെ സെൽഷ്യസ് സ്കെയിലിലെ എത്രയാണ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്താണ് തന്നിട്ടുണ്ട്. സെൽഷ്യസ് സ്കെയിലിൽ നമുക്കറിയാം എന്താണ്, ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. അപ്പോൾ നോക്കടാ, കെൽവിൻ സ്കെയിലിൽ അത് എത്ര, 373 K ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ളതിനെ ഏതിലോട്ട് മാറ്റണം, കെൽവിനിലോട്ട് മാറ്റാൻ എത്ര കൊണ്ട് കൂട്ടിയാൽ മതി, 273 കൊണ്ട് കൂട്ടിയാൽ മതി കേട്ടോ. 273 കൊണ്ട് കൂട്ടിയാൽ മതി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അവരതുപോലെ പറയുന്ന കോളത്തിൽ നിന്ന് എടുത്തു വെച്ചാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ചെയ്ത് ന്യൂട്ടൺ, ആംപിയർ, ജൂൾ, കിലോഗ്രാം. അപ്പോൾ എന്താണ് ഊർജ്ജം എന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്താണ് ഊർജ്ജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്, ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഊർജ്ജം. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റാണ് ജൂൾ. കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്, ജൂളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 1 കിലോ കലോറി, ഓക്കെ, 1 കിലോ കലോറി എത്ര ജൂളെന്നും അതുപോലെ ഒരു കലോറി എത്ര ജൂളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4.2 ജൂളാണ്. ഇനി വരും കേട്ടോ. ഇനി 1 കിലോ കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, അത് 1000 കലോറിയാണ് കേട്ടോ. 1 കിലോ കലോറി 1000 കലോറിയാണ്. അപ്പോൾ 1000 ഗുണം 1 കലോറി എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇതിനെ ജൂളിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 1000 ഗുണം 4.2, ആൻസർ എത്ര, ദശാംശം മാറിക്കഴിഞ്ഞാൽ 4200 ജൂൾ. ഇങ്ങനെയാണ് ഉത്തരം വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ അടുത്ത് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുള്ളൂ. അത് ജൂളാണ്. ക്യാപിറ്റൽ J കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ത്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് എന്താണ് പിള്ളേരടുത്ത് പഠിച്ചെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താണ്, നമുക്ക് സൂര്യനിൽ നിന്നാണ് ഊർജ്ജം കിട്ടുന്നത് അല്ലേ. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇത്, പ്രകാശോർജ്ജമാണ്. ആ പ്രകാശോർജ്ജം എന്താണ്, ഫുഡായിട്ടാണ് മാറ്റുന്നത് അല്ലേ. അപ്പോൾ രാസപ്രവർത്തനം നടത്താണ് എന്ത്, അവിടെ ഈ ഫുഡൊക്കെ ഉണ്ടാകുന്നത്. അപ്പം പ്രകാശോർജ്ജം എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, രാസോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ C ആണ് എന്ത് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് കേട്ടോ.
അപ്പോൾ എന്താണ്ട് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സസ്യങ്ങൾ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ? ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം സൂര്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണെന്ത് നമുക്കിവിടെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉത്തരമാണ് ഏത്? സി എന്ന് പറയുന്ന ഉത്തരം. ഇനി ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഗതികോർജ്ജം സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജമാണെന്ന് പഠിച്ചായിരുന്നേ. അപ്പോൾ അത് തെറ്റാണ്. ഗതികോർജ്ജം വസ്തുവിൻ്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കടാ, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളേവ. ഗതികോർജ്ജം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ K = ½ mv² ആണ് കേട്ടോ. നോക്ക്, പ്രോഡക്റ്റ് ഓഫ് മാസ് അതുപോലെ തന്നെ എന്താണ് വെലോസിറ്റിയുടെ സ്ക്വയർ അല്ലേ. അപ്പോൾ അതിലൊന്ന് ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഒന്ന് വസ്തുവിൻ്റെ മാസ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ എന്താണ് വെലോസിറ്റി പ്രവേഗം. ഇത് രണ്ടും ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, രണ്ടാമത് അവർ തന്നിരിക്കുന്നത് ഗതികോർജ്ജം വസ്തുവിൻ്റെ മാസിനെയോ പ്രവേഗത്തെയോ ആശ്രയിക്കുന്നില്ല എന്നല്ലേ. അത് തെറ്റല്ലേ? തെറ്റ്. ഇനി ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് ഗതികോർജ്ജമാണുള്ളത്. ടാങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കോണല്ലേ. അവിടെ അനങ്ങാതെ നിൽക്കുന്നവന് എന്താണ് ഉള്ള ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ് കേട്ടോ, സ്ഥിതികോർജ്ജം. അപ്പോൾ ഇതും തെറ്റല്ലേ. ഇനി അടുത്ത, ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. നമുക്ക് ഇവിടെ ക്വസ്റ്റിനെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ എഴുതി തന്നിരിക്കുന്നത് അത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് നമുക്കുള്ള ഈ പറഞ്ഞ ചോദ്യങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉറക്കവും ഉണരലും എന്നൊരു ഹെഡിങ് എന്നിട്ട് അവർ പറയുകയാണ് മസ്തിഷ്കത്തിൽ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥിയുണ്ട്. ഓക്കെ, മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഇവൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. നോക്കടാ, ചോദ്യങ്ങൾ വന്നേക്ക് നോക്കടാ. ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും കൃത്യമായി സ്വാധീനിക്കുന്നു എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, മെലാറ്റോണിൻ ആണ് ആൻസർ കേട്ടോ, മെലാറ്റോണിൻ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഫിഗർ തന്നിട്ടുണ്ട്. മിനറൽ വാട്ടർ ബോട്ടിലുകളും സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും ഉപയോഗിക്കുന്ന PET പ്ലാസ്റ്റിക്കിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചംക്രമണ ചിഹ്നമേത്? ഓക്കെ, ചിഹ്നം എല്ലാം ഒരേപോലെയാണ് ഡയറക്ഷൻ പോകുന്നത് അല്ലേ. ആ ഡയറക്ഷൻ്റെ അകത്തുള്ള നമ്പറാണ് നോക്കേണ്ടത്. നമ്പർ നോക്കിയാണ്ടാ PET വന്നേക്കുന്നത് ഏതാണ്? 1 അല്ലേ വന്നേക്കുന്നത്, നമ്പർ 1. അപ്പം AP നമ്പർ 1 എന്നതാണ് ഏത്? ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എന്താണ് തന്നിട്ടുണ്ട്. നമ്മൾ അതെന്ത് ചെയ്താൽ മതി? കോപ്പി ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. നമ്മൾ പഠിക്കാത്തതാണ് നമുക്ക് എന്താണ് പലപ്പോഴും ചോദ്യങ്ങളൊക്കെ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഇത് കൃത്യമായിട്ട് നമ്മുടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അവിടെ നോക്ക്, ഇവിടെ തന്നിട്ടുണ്ട്. മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോ റെമിഡിയേഷൻ. ഇതുപോലെ വേറെ കുറച്ച് പ്രക്രിയകളുണ്ട് കേട്ടോ. അത് നമ്മൾ ക്ലാസ്സിൽ എന്താണ് പിന്നീട് നമുക്ക് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കണ്ടാ, ഇത് നമ്മൾ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 അല്ലെങ്കിൽ 9ാമത്തെ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പം ഇവിടെ നോക്ക്, ക്വസ്റ്റ്യൻ്റെ ഇവിടെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ബയോ റെമഡിയേഷൻ ആണ് കേട്ടോ. അല്ലാതെ ഇത് PSC എന്താണ് വെളിയിലൊന്നും പോയി ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രമേ PSC ചോദിച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കടാ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. നോക്ക്, കട്ടി കൂടിയ അതുപോലെ തന്നെ ഇലാസ്റ്റികതയുള്ള ഭിത്തി, രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, അതല്ലേ ധമനി. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? ശരിയല്ലേ? ശരിയാണ്. ഇനി രണ്ടാമത്തെ നോക്ക്, സിരകളെക്കുറിച്ചാണ് എന്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിരകളെക്കുറിച്ച് എന്താണ് പറഞ്ഞേക്കുന്നത്? ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകളാണെന്ത്? സിരകളെന്നാണ് തന്നേക്കുന്നത്. അപ്പം ഇവിടെ നോക്കടാ, സ്ഥിരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ ഭിത്തി. ഓക്കെ, എന്താണ്? കട്ടി കുറഞ്ഞ ഭിത്തി, അതുപോലെ തന്നെ കുറഞ്ഞ മർദ്ദത്തിലും അതുപോലെ തന്നെ വേഗത്തിലും ഒഴുകുന്നു. ഓക്കെ, അപ്പം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. അതുപോലെ തന്നെ എന്താണ്? വാൽവുകൾ കാണപ്പെടുന്നു.
പക്ഷെ എന്താണ് ഒറ്റനിര കോശങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ്? ബി തെറ്റല്ലേ? ബി എന്താണ്? തെറ്റാണ്. ഇനി ലോമികകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോമികകൾ ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. ഇത് കട്ടി കുറഞ്ഞ ഭിത്തി എന്നല്ലേ ഉള്ളത്. വാൽവുകൾ കാണപ്പെടുന്നു എന്നാണ്. എന്നാൽ വാൽവുകൾ കാണപ്പെടുന്നത് എവിടെയാണടാ? സിരയിലാണ് വാൽവുകൾ കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ഈ പറയുന്ന സിയും തെറ്റാണ്. ഇനി അടുത്ത നോക്ക്, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലാണ് ഏത്? പോർട്ടൽ സിരകൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എ ഓൾറെഡി എന്താണ്? ശരിയാണെന്ന് കിട്ടി. ബിയും സിയും എന്താണെന്ന് കിട്ടി? തെറ്റാണെന്ന് കിട്ടി. ഇനി ഇവിടെ നോക്ക്, പോർട്ടൽ സിരകൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. പോർട്ടൽ സിരകൾ, ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സിരകൾ. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളെ കരകളിൽ എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിര കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ആരൊക്കെയാണടാ? ആൻസറായിട്ട് വരുന്നത് എയും ഡിയും എന്താണ്? ആൻസറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എന്ത്? കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. നോക്കടാ, മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? വൈറ്റമിൻ ഏതാണ്? ഡി ആണ്. വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വിറ്റാമിൻ ഡി ആവശ്യമാണ് എന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ഒന്നാമത്തെ ആൻസർ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഇനി അസ്ഥി വ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത്? വിറ്റാമിൻ ഡി. അപ്പം അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും എന്താണ്? ഉറപ്പുവരുത്താൻ ഏതാണ്? വൈറ്റമിൻ ഡി അഥവാ കാൽസ്യം എന്താണ്? അത്യന്താപേക്ഷിതമാണ് അല്ലേ? അപ്പം കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാവുക എന്നത് ഏത് ജീവകത്തിൻ്റെ കുറവാണ്? ജീവകം ഡിയുടെ കുറവാണ്. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ അന്ധത എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? നമുക്കതൊന്ന് നോക്കിയാലോ. നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ അന്ധത, അപ്പം നിശാന്തത കണ്ട. വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് എന്തുണ്ടാകുന്നത്? നിശാന്തത ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക ഏതാണ്? ഓപ്ഷൻ സി ആൻസർ. ജീവകം ഡിയും ജീവകം എയുമാണ് എന്ത്? ഉത്തരവായിട്ട് വന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്ക്, മനുഷ്യരിലെ രക്തപര്യനത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏവ? വലത്തെ വെൻട്രിക്കിളിൽ നിന്നും ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നോക്കാം. അപ്പം വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിക്കുകയാണ് എന്ന് നോക്കാം. വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് അപ്പം നമുക്ക് പൾമണറി പര്യനം എന്താണ് എന്നാണ് പറയുന്നത്. പൾമണറി പര്യനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അപ്പോൾ വലത്ത് വെൻട്രിക്കിള്, ഇടത് ഏട്രിയം. വലത് വെൻട്രിക്കിള്, ഇടത് എന്താണ്? ഏട്രിയം. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിക്കുന്നു, ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഉത്തരം എന്താണ്? ഒന്നാമത്തെ ശരിയാണ്. 2. ശ്വാസകോശ ധമനി സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണ്. ശ്വാസകോശ ധമനി സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ശരിയാണെന്ന് കിട്ടിയല്ല. അപ്പോൾ അത് നോക്കാം. ശ്വാസകോശ ധമനി നോക്കാം. ഇവിടെ നോക്ക്, ഫിഗർ നോക്ക്. ശ്വാസകോശ ധമനി പൾമണറി പര്യനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ശ്വാസകോശ ധമനി സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ശ്വാസകോശ ധമനി ആരുടെ ഭാഗമാണ്? പൾമണറി പര്യനത്തിൻ്റെ ഭാഗമാണല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ്? രണ്ടാമത്തത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? തെറ്റ്. 1 ശരിയാണ്, 2 എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കടാ, ഊർധ്വ മഹാസിര സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഊർധ്വ മഹാസിര സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമല്ലേ ഊർധ്വ മഹാസിര? അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? 1ഉം 3ഉം എന്താണ്? ശരിയാണ്. 1ഉം 3ഉം ശരി. ഇതും വന്നിരിക്കുന്നത് എന്താണ്? SCERT പുസ്തകത്തിൽ പിള്ളേരുടെ ചോദ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് തന്നേക്കുവാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന നോക്ക്, മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന രോഗം ഇതുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഏതാണ്? അത്യപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 7 വയസ്സുകാരൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനമായി. നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണെന്ത്? ഈ മാരക രോഗത്തിന് കാരണം. ഇവിടെ നോക്ക്, ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് ചുമ്മാ കിട്ടും.
ഇനി അടുത്തതാണ് ഡോട്ട്സ് എന്നത് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്. നമുക്ക് ഓൾറെഡി പഠിക്കുന്നവർക്കൊക്കെ അറിയാം ഡോട്ട്സ് എന്നത് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണെന്ന്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, ഇതുപോലെ ക്ഷയവും എലിപ്പനിയും എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ക്ഷയത്തിൻ്റെ താഴെ BCG വാക്സിനേഷൻ, ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയാണിത് ഡോട്ട്സ് കേട്ടോ, ഡോട്ട്സ്. അപ്പം ഡോട്ട്സ് എന്ന് പറയുന്ന ചികിത്സ എന്തിനു വേണ്ടിയാണ്? അത് ക്ഷയത്തിൻ്റെ ചികിത്സയാണ് എന്ന് കൃത്യമായിട്ട് SCERT പുസ്തകത്തിൽ എന്താണ് എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് അത് കണ്ട് കൃത്യമായിട്ടും പഠിച്ചു പോകണം. 1 മാർക്ക് വെറുതെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ് താഴെ തന്നിരിക്കുന്നത് ഏത്? അപ്പോൾ ഇവിടെ നോക്കടാ, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ്. ഇതിലെ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകൾ. അത് രോഗങ്ങളെപ്പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും സഹായിക്കുന്നുവെന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഏതാണ് അപ്പോൾ ആൻസർ ഏത്? ഓപ്ഷൻ ഡി, ഓർഗനോയിഡ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുമല്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാത്തവൻ എന്താണ്, അവനെ സംബന്ധിച്ച് ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വേറെ വലിയ എന്തോ ക്വസ്റ്റ്യനായിട്ടൊക്കെ ഫീൽ ചെയ്യും. ഇത് നമുക്കെല്ലാം അറിയാവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? അത് ആരുടെ ആത്മകഥയാണ്? അത് കല്ലേൻ പൊക്കുടൻ്റെ ആത്മകഥയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് കൃത്യമായിട്ട് എന്താണ് പറയുന്നുണ്ട്, എന്താണ് കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനാണെന്ത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ റിംഗ് വേമിനും കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത എന്ത്? ഓക്കെ, ഓപ്ഷൻ എ, രണ്ടും പ്രോട്ടോസോവകൾ, രണ്ടും ഫംഗസ് മൂലം, രണ്ടും വായിലൂടെയാണ് പകരുന്നത്, രണ്ടിന് രോഗഹേതു വിരകളാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കടാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, രണ്ടിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. റിംഗ് വേമും കാൻഡിഡിയാസിസും ഒക്കെയാണ്. ഈ റിംഗ് വേമും അതുപോലെ കാൻഡിഡിയാസിസും എന്ത് രോഗങ്ങളാണ്? ഫംഗസ് മൂലം എന്താണ് പകരുന്ന രോഗങ്ങളല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി, രണ്ടും ഫംഗസ് മൂലമാണെന്ത് ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. നമുക്ക് ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസിന് ചോദിച്ച, അതായത് നമ്മൾ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യാൻസൽ ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ 2 ചോദ്യത്തിനും ചോദിച്ച സയൻസ് ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ SCERT പുസ്തകത്തിൽ ഇതാണ് വന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളല്ലാതെ എടുക്കാൻ പോകുന്നതുകൊണ്ട് ഇച്ചിരി തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്താണ് വീഡിയോ ചെയ്തിടാൻ പറ്റാത്തത്. ഇതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ കേരള ജോഗ്രഫി എടുത്തു കഴിഞ്ഞാലും എല്ലാം എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക, അഭിപ്രായം എന്ത് ചെയ്യുക പറയുക കേട്ടോ.